ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ലെസൺ ന്യൂ SCERT സ്റ്റാൻഡേർഡ് 9ലെ 5th ലെസണാണ്. രാസഗതികം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. രാസമാറ്റങ്ങൾ, ഭൗതിക മാറ്റങ്ങൾ എന്ന ഏരിയയിൽ മൂന്നാമത്തെ ന്യൂ SCERT ക്ലാസ്സാണിത്. അപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ ഈ ഒരു 5th ലെസൺ രാസഗതികം, ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട കുറച്ച് മേഖലകൾ ഈ ഭാഗത്തുണ്ട്. തീർച്ചയായിട്ടും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ ഈ ഒരു ലെസൺ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. കുറച്ച് പ്രക്രിയകൾ, ഭൗതിക മാറ്റം, രാസമാറ്റം, ഈ രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത്. ഐസ് ഉരുകുന്നത് എന്ത് ചേഞ്ചാണ്? നിങ്ങൾ പറയൂ, ഐസ് ഉരുകുന്നത് എന്ത് ചേഞ്ചാണ്? ഫിസിക്കൽ ചേഞ്ചാണ് അല്ലേ? ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണ്. ഇനി വിറക് കത്തുന്നതോ? വിറക് കത്തിയിട്ട് അവിടെ ചാരായിട്ടാണ് മാറുന്നത്, പുതിയൊരു പദാർത്ഥം ഉണ്ടാവുകയാണ്, അപ്പോൾ അത് കെമിക്കൽ ചേഞ്ചാണ്. പാല് തൈരാകുന്നത് എന്ത് ചേഞ്ചാണ്? അതും കെമിക്കൽ ചേഞ്ചാണ്. ഇനി പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നത്, അതുപോലെ ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത്, ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. വെള്ളം തിളയ്ക്കുന്നത് എന്താണ്? അതും ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ അല്ലേ? ഇവിടെ കെമിക്കൽ ചേഞ്ച് ഏതൊക്കെയാണ്? പാല് തൈരാകുന്നത് അല്ലേ? പാല് തൈരാകുന്നത്, അതുപോലെ വിറക് കത്തുന്നത്, ഇതൊക്കെ കെമിക്കൽ ചേഞ്ചാണ്. ഐസ് ഉരുകുന്നതും പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നതും വെള്ളം തിളയ്ക്കുന്നതും ഒക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചസുമാണ്. ക്ലാസിഫിക്കേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി രാസപ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും നിത്യജീവിതത്തിൻ്റെയും ഒക്കെ അവിഭാജ്യ ഘടകമാണ്. ഇന്ധനങ്ങൾ കത്തിക്കുക, അയൺ സ്മെൽട്ടിങ്, ഗ്ലാസും മൺപാത്രങ്ങളും നിർമ്മിക്കുക, വൈൻ, ചീസ് എന്നിവ തയ്യാറാക്കുക തുടങ്ങിയ രാസപ്രവർത്തനങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി അറിയപ്പെടുന്നവയാണ്. കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത് രാസമാറ്റത്തിനായിട്ട്. എന്തൊക്കെയാണ്? ഇന്ധനം കത്തുന്നത്, അയണിൻ്റെ സ്മെൽട്ടിങ്, ഗ്ലാസ് മൺപാത്രം എന്നിവയുടെ നിർമ്മാണം, വൈന്, ചീസ് എന്നിവയുടെ നിർമ്മാണം, ഇതൊക്കെ എന്താണ്? കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. ഭൗമ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും സമുദ്രത്തിലും ജീവജാലങ്ങളിലും സംഭവിക്കുന്ന സങ്കീർണമായ പ്രക്രിയകളിൽ നിരവധി രാസപ്രവർത്തനങ്ങൾ ഉണ്ട്. ഒന്നോ അതിലധികമോ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ദ്രവ്യത്തിനുണ്ടാവുന്ന മാറ്റമാണ് രാസമാറ്റം. രാസമാറ്റമാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? പുതിയ പദാർത്ഥം ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാതെ രാസമാറ്റത്തോടനുബന്ധിച്ച് ഊർജ്ജമാറ്റവും സംഭവിക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. എന്താണ്? രാസമാറ്റത്തോടൊപ്പം ഊർജ്ജമാറ്റവും സംഭവിക്കുന്നുണ്ട്. രാസപ്രവർത്തനങ്ങളോടനുബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? കുറച്ച് എക്സാമ്പിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം ഒരു സ്പാച്ചുലയിൽ കുറച്ച് പഞ്ചസാരയുടെ കെമിക്കൽ ഫോമിൽ നോക്കിയേ, C12H22O11. അപ്പോൾ പഞ്ചസാര ഒരു സ്പാച്ചുലയിൽ എടുക്കുക, എന്നിട്ട് ഒരു തീയുടെ അടുത്ത് കാണിക്കുക. ഒരു ബൻസൺ ബർണറിൽ ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചസാര എടുത്ത് ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഒരു ബ്ലാക്ക് കളറിലൊരു ഉൽപ്പന്നമാണ് ലഭിക്കുക അല്ലേ? കാർബൺ ആണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അതിൻ്റെ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ആണ്. അതിൻ്റെ കളർ എന്ത് കളറാണ്? ബ്ലാക്ക് കളറായിരിക്കും അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരെണ്ണം തന്നിരിക്കുന്നത് എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് സോഡിയം കാർബണേറ്റ് Na2CO3. അപ്പോൾ സോഡിയം കാർബണേറ്റ് എടുക്കുക, അതിലേക്ക് 2 to 3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കണം. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ലഭിക്കുക? എന്താണ് നിങ്ങളുടെ നിരീക്ഷണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ആണ് ലഭിക്കുക കേട്ടോ. ഈ സോഡിയം കാർബണേറ്റിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത പത ഉണ്ടാവുക. ആ ഒരു വെളുത്ത പതയ്ക്ക് കാരണമാകുന്ന എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ് അതിന് കാരണമാകുന്ന വാതകം. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. മൂന്നാമത്തെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഇവിടെ എന്താ എടുത്തിരിക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 to 3 ml ലെഡ് അസറ്റേറ്റ് എടുക്കുക. അത് ആ ഒരു ലായനി, അതിലേക്ക് 2 to 3 ml പൊട്ടാസ്യം അയഡൈഡ് ലായനി ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ അതായത് ഈ ടെസ്റ്റ് ട്യൂബിൽ കാണുന്നത് പോലെ അടിഭാഗത്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രോഡക്റ്റ് എന്താണ്? ലെഡ് അയഡൈഡ് ആണ് കേട്ടോ. ലെഡ് അയോഡൈഡ്. ഓക്കെ, ലെഡ് അയോഡൈഡ് ആണ് അവിടെ ഫോം ചെയ്യുക. PBL, ലെഡ് അയോഡൈഡ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതിൻ്റെ നിറം എന്താണ്? നമ്മളിവിടെ കണ്ടു. എന്താണ്? മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 to 3 ml ലെഡ് അസറ്റേറ്റ് എടുക്കുക, അതിലേക്ക് പൊട്ടാസ്യം അയഡൈഡ് ലായനി ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ ഒരു മഞ്ഞ കളറിലുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യും. ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് ലെഡ് അയോഡൈഡ്. ഓക്കെ,
ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. 4ാമത്തെ എക്സാമ്പിളിൽ പറയുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് അയൺ സൾഫൈഡ് എടുക്കണം. അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 to 3 ml ചേർക്കുക. അങ്ങനെ ചേർത്ത് കഴിയുമ്പം ഒരു ഗന്ധം ഉണ്ടാകുന്നുണ്ട്. എന്ത് ഗന്ധമാണ്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ് ഉണ്ടാവുക. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ് ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ സൾഫൈഡ് വാതകമാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എന്താ നമ്മൾ പറഞ്ഞത്? അയൺ സൾഫൈഡിനകത്തേക്ക് 2 to 3 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഗന്ധം ഉണ്ടാവും. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമാണ് അത്. എന്ത് വാതകത്തിൻ്റെ പ്രസൻസാണ് കാണിക്കുന്നത്? ഹൈഡ്രജൻ സൾഫൈഡ്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്ത പരീക്ഷണങ്ങളാണ് ഇവിടെ ഈ ബോക്സിൽ എഴുതാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വിവിധ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളുണ്ട് അല്ലേ? രാസപ്രവർത്തനങ്ങൾ വിവിധ തരത്തിലുണ്ട്. രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിറവ്യത്യാസത്തിൻ്റെയോ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകത്തിൻ്റെയോ അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെയോ അവക്ഷിപ്തപ്പെടുന്ന അതായത് പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയോ അടിസ്ഥാനത്തിൽ രാസമാറ്റം തിരിച്ചറിയാനാകും അല്ലേ? അപ്പോൾ എന്ത് രാസമാറ്റമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള സൂചകങ്ങളാണ് ഏതൊക്കെ? ഒന്നുകിൽ നിറവ്യത്യാസമാകാം അല്ലെ, റിയാക്ഷൻ നടന്നതിന് ശേഷമുള്ള നിറവ്യത്യാസമാകാം, അല്ലെങ്കിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന വാതകമാകാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ചീഞ്ഞ മുട്ടയുടെ ഗന്ധം പോലെ അവിടെ അനുഭവപ്പെടുന്ന ഗന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അവിടെ ഫോം ചെയ്യുന്ന പ്രസിപ്പിറ്റേറ്റ് അവക്ഷിപ്തത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഉണ്ടാവുന്ന രാസമാറ്റം തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാസപ്രവർത്തനങ്ങളെ ഇനി വീണ്ടും ഡിവൈഡ് ചെയ്യാനായിട്ടും സാധിക്കും. നോക്കാം. ആദ്യം ഇവിടെ ഒരു ബീക്കറിൽ കുറച്ച് നീറ്റ് കക്ക എടുക്കുക. അതിലേക്ക് കുറച്ച് ജലം ഒഴിക്കുക. ബീക്കറിൻ്റെ പുറത്ത് തൊട്ട് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെറിയ തോതിലൊരു താപം അനുഭവപ്പെടും. ഓക്കെ, കാൽസ്യം ഓക്സൈഡ് ആണ്. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് ലഭിക്കുന്നത്. അതോടൊപ്പം കുറച്ച് താപം കൂടി എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. ഓക്കെ, പുറത്തേക്ക് പോകും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം? ഇതൊരു താപമോചക പ്രവർത്തനമാണ്. ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. താപത്തെ മോചിപ്പിക്കുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ബൈ പ്രോഡക്റ്റിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടായി? അവിടെ താപം കൂടി ഫോം ചെയ്യുന്നുണ്ട്. താപത്തെ മോചിപ്പിക്കുന്നു. എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ്? നീറ്റ് കക്കയോടൊപ്പം ജലം പ്രവർത്തിച്ചു. അവിടെ എന്തുണ്ടായി? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടായി. അതോടൊപ്പം കുറച്ച് താപം കൂടി റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു താപമോചക പ്രവർത്തനമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നീറ്റ് കക്ക എന്ന് പറയുമ്പോൾ എന്താണ്? കാൽസ്യം ഓക്സൈഡാണ്. കാൽസ്യം ഓക്സൈഡിൻ്റെ കൂടെ ജലം കൂടി പ്രവർത്തിക്കുന്നു. ജലം കൂടി പ്രവർത്തിച്ച് കഴിയുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ബൈ പ്രോഡക്റ്റായിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് OH2. ഓക്കെ, OH2. പിന്നെ എന്താ ഉണ്ടാകുന്നത്? കുറച്ച് താപം കൂടി റിലീസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതെന്താണ്? താപമോചക പ്രവർത്തനമാണ്. ഇതാണ് ഇതിൻ്റെ രാസസമവാക്യം എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ മറ്റൊരു രാസസമവാക്യം തന്നിട്ടുണ്ട്. എന്താണ്? N2 + 3H2 gives 2NH3. എന്താണ്? നൈട്രജനും ഹൈഡ്രജനും കൂടിയാണ് ഇവിടെ സംയോജിച്ചിരിക്കുന്നത് അല്ലേ? ഈ പ്രവർത്തനത്തിൽ ഏതെല്ലാം പദാർത്ഥങ്ങളാണ് സംയോജിച്ചിരിക്കുന്നത്? നൈട്രജനും ഹൈഡ്രജനും ആണ്. എന്നിട്ട് ഇവിടെ ഫോം ചെയ്ത പ്രോഡക്റ്റ് എന്താണ്? അമോണിയ. നൈട്രജൻ + ഹൈഡ്രജൻ ഗീവ്സ് അമോണിയ. കണ്ടല്ലോ. ഇനി ഇവിടെ മറ്റൊരെണ്ണം തന്നിട്ടുണ്ട്. എന്താണ്? മറ്റൊരു പ്രവർത്തനം ഇവിടെ തന്നിരിക്കുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡിൻ്റെ കൂടെ ഓക്സിജൻ കൂടി പ്രവർത്തിച്ചു. അപ്പോൾ ഇവിടെ എന്തായി? സൾഫർ ട്രൈ ഓക്സൈഡ് ആണ് ഫോം ചെയ്തത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്? 2 അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ, അത് മൂലകങ്ങളാവാം സംയുക്തങ്ങളാവാം, 2 അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം, കോമ്പിനേഷൻ റിയാക്ഷനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ 2 എക്സാമ്പിൾസ് പറഞ്ഞത്. നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ ചേർന്ന് അമോണിയ ഉണ്ടാവുന്നു. സൾഫർ ഡയോക്സൈഡും ഓക്സിജനും പ്രവർത്തിച്ച് സൾഫർ ട്രൈഓക്സൈഡ് ഉണ്ടാവുന്നു. ഇവിടെ എന്താണ്? 1 അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ, അത് മൂലകങ്ങളാവാം സംയുക്തങ്ങളാവാം, ഇവ തമ്മിൽ സംയോജിച്ച് ഒരു പുതിയ സംയുക്തം ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ് കോമ്പിനേഷൻ റിയാക്ഷൻ, സംയോജന രാസപ്രവർത്തനം. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. മറ്റൊരു എക്സാമ്പിളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 3 ഗ്രാം അമോണിയം ഡൈക്രോമേറ്റ് എടുത്ത് ഫ്ലാസ്കിൻ്റെ വായ്ഭാഗം പഞ്ഞി കൊണ്ട് അടച്ച ശേഷം ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ 3 ഗ്രാം അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് ഫ്ലാസ്കിൻ്റെ വായ്ഭാഗം പഞ്ഞി കൊണ്ട് അടച്ച ശേഷം ചൂടാക്കുമ്പോൾ എന്താണ് ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അമോണിയം ഡൈക്രോമേറ്റ് ചൂടാക്കുകയല്ലേ? അപ്പോൾ
ആക്കി കഴിയുമ്പോൾ ഈ താപം ഇവിടെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഇത് എന്തായിട്ട് മാറും? ഇത് താപീയ വിഘടനം, തെർമൽ ഡീകമ്പോസിഷന് വിധേയമായിട്ട് ക്രോമിയം ഡയോക്സൈഡും അതുപോലെ ജലബാഷ്പവും നൈട്രജൻ എന്നീ പദാർത്ഥങ്ങളായിട്ട് മാറുന്നുണ്ട്. അമോണിയം ഡൈക്രോമേറ്റ് എടുത്ത് ചൂടാക്കുക, അത് താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ ക്രോമിയം ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താ? ജലബാഷ്പം ഉണ്ടാവും. കൂടാതെ നൈട്രജൻ എന്ന പദാർത്ഥം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് തെർമൽ ഡീകമ്പോസിഷനാണ് വിധേയമായിരിക്കുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? 2PbNO3, അതായത് ലെഡ് നൈട്രേറ്റ് ആണ്. ലെഡ് നൈട്രേറ്റ് വിഘടിച്ചിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? ലെഡ് ഓക്സൈഡ് ഉണ്ട്, അതുകൂടാതെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഓക്സിജനും ഉണ്ട് അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള താപം അബ്സോർബ് ചെയ്തതിന് ശേഷം നടക്കുന്ന പ്രവർത്തനങ്ങൾ താപീയ രാസപ്രവർത്തനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്രോമിയം ഡയോക്സൈഡ് വിഘടനത്തിന് വിധേയമായി, അതുപോലെ ലെഡ് നൈട്രേറ്റ് വിഘടനത്തിന് വിധേയമായി ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്ന പ്രവർത്തനമാണ് വിഘടന രാസപ്രവർത്തനം. ഒരു സംയുക്തം വിഘടിച്ചിട്ട് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാവുന്ന പ്രവർത്തനത്തെയാണ് വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ എന്താണ്? അമോണിയം ഡൈക്രോമേറ്റ് എന്താ ചെയ്തത്? താപീയ വിഘടനത്തിന് വിധേയമായപ്പോൾ ക്രോമിയം ട്രയോക്സൈഡും അതുപോലെ തന്നെ ജലബാഷ്പം നൈട്രേറ്റ് എന്നിവ ഫോം ചെയ്തു. അതേപോലെ ഇവിടെ ലെഡ് നൈട്രേറ്റിന്റെ കേസിൽ വിഘടനം നടന്നിട്ട് ലെഡ് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അതുപോലെ ഓക്സിജൻ എന്നിവയൊക്കെയാണ് ഫോം ചെയ്തത്. അപ്പോൾ എന്താണ്? വിഘടനത്തിന്റെ ഫലമായിട്ടാണ് ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് വിഘടന രാസപ്രവർത്തനം. ഇനി ഇവിടെ ഈ വാഹനങ്ങളിൽ എയർ ബാഗ് വിടരുന്നതിൻ്റെ രസതന്ത്രം എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായി എയർ ബാഗുകൾ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാം. അപകടം സംഭവിക്കുമ്പോൾ എയർ ബാഗുകൾ പൊടുന്നനെ വിടരുകയും ആഘാതത്തിൽ നിന്ന് ഡ്രൈവറെയും യാത്രക്കാരെയും ഒരു പരിധിവരെ സംരക്ഷിക്കുകയും ചെയ്യും. ഇപ്രകാരം എയർ ബാഗ് വിടരുന്നത് സോഡിയം അസൈഡ് എന്ന രാസപദാർത്ഥം വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമായി ഉണ്ടാവുന്ന നൈട്രജൻ വാതകം ബാഗിൽ നിറയുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ നമുക്ക് ചോദ്യം ഷുവറായിട്ടും വരും. സോഡിയം അസൈഡ് എന്ന രാസപ്രവർത്തനം വിഘടന രാസപ്രവർത്തനത്തിന് വിധേയമായിട്ടുണ്ടാവുന്ന നൈട്രജൻ വാതകം ബാഗിൽ നിറയുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനെ എയർ ബാഗ് യൂസ് ചെയ്തിട്ട് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സോഡിയം അസൈഡ് വിഘടിക്കുമ്പോഴാണ് എയർ ബാഗിൽ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഈ നൈട്രജൻ വാതകം നിറയുന്നത്. കണ്ടോ? സോഡിയം അസൈഡ് വിഘടിക്കുന്ന രാസപ്രവർത്തനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 2NaN3 gives 2Na+3N2. കണ്ടോ? അപ്പോൾ എന്താണ്? സോഡിയം അസൈഡ് വിഘടിച്ചിട്ട് സോഡിയവും അതുപോലെ നൈട്രജനും ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന എയർ ബാഗിലെ രാസപദാർത്ഥം ഏതാണ്? സോഡിയം അസൈഡ് ആണ്. ചിലപ്പോൾ നമുക്ക് സോഡിയം അസൈഡ് എന്ന ഓപ്ഷനിൽ ഉണ്ടാവില്ല, NaN3 എന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, NaN3 സോഡിയം അസൈഡ്. വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന എയർ ബാഗുകളിലെ രാസപദാർത്ഥം ഏതാണ്? സോഡിയം അസൈഡ് ആണ്, NaN3 ആണ്. ഈ സോഡിയം അസൈഡ് വിഘടിക്കുമ്പോഴാണ് എയർ ബാഗിൽ എന്ത് നിറയുന്നത്? നൈട്രജൻ നിറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, വാഹനത്തിന്റെ മുൻവശത്ത് കൂട്ടിയിടി തിരിച്ചറിയുന്ന സെൻസറുകൾ ഉണ്ട്. അപ്പോൾ ഇപ്രകാരം എയർ ബാഗുകളുള്ള വാഹനങ്ങളിൽ വാഹനത്തിന്റെ സെൻസറിൽ എന്തുണ്ടായിരിക്കും? അത് തിരിച്ചറിയാൻ വേണ്ടി മുൻവശത്ത് സെൻസറുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കൂട്ടിയിടി നടക്കുമ്പോൾ ഈ സെൻസറുകൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് ചെറിയ അളവിലുള്ള ഒരു ഇഗ്നൈറ്റർ സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നു. ഈ ജ്വലനത്തിൽ നിന്നുള്ള താപം സോഡിയം അസൈഡിനെ വിഘടിപ്പിച്ച് എയർ ബാഗിൽ നിറയ്ക്കാൻ ആവശ്യമായ നൈട്രജൻ വാതകം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന് വേണ്ടുന്ന സമയം നോക്കൂ. ഒന്ന് കണ്ണ് അടച്ചു തുറക്കുന്ന സമയം 0.03 സെക്കൻഡ് സമയം മാത്രമാണ് ഇതിന് വേണ്ടി വരുന്നത്. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബോക്സ് പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കുക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. വാഹനങ്ങളിൽ സുരക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന എയർ ബാഗിലെ രാസപദാർത്ഥം ഏതാണ്? സോഡിയം അസൈഡ് ആണ്, NaN3 ആണ്. ഈ സോഡിയം അസൈഡ് വിഘടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എയർ ബാഗിലേക്ക് നൈട്രജൻ നിറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു കെമിക്കൽ ഇക്വേഷൻ നോക്കുക. 2NaN3 gives 2Na+3N2 എന്നുള്ളതാണ്. അപ്പോൾ സോഡിയം അസൈഡ് വിഘടിച്ചിട്ട് സോഡിയവും അതുപോലെ നൈട്രജനാണ് ഫോം ചെയ്യുന്നത്. ഈ കൂട്ടിയിടികളൊക്കെ ഉണ്ടാകുമ്പോൾ, ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വാഹനത്തിൻ്റെ മുൻവശത്ത്
മറുവശത്ത് എന്തുണ്ട്? സെൻസർ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൻസറുകൾ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉപയോഗിച്ച് ചെറിയ അളവിലുള്ള ഒരു ഇഗ്നൈറ്റർ സംയുക്തത്തെ പൊട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിന് വേണ്ടുന്ന ഈ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടുന്ന താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന നൈട്രജൻ ആണ് എന്ത് ചെയ്യുന്നത്? ഈ എയർ ബാഗിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സമയം എത്രയാണ്? 0.03 സെക്കൻഡ് സമയം മാത്രമാണ് ഈ ഒരു പ്രവർത്തനം നടക്കാനായിട്ട് വേണ്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ദ്വിവിഘടന രാസപ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ദ്വിവിഘടന രാസപ്രവർത്തനം. അപ്പോൾ നോക്കാം, ആദ്യം നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറ്റി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാവുന്ന തരം പ്രവർത്തനത്തെ ദ്വിവിഘടന രാസപ്രവർത്തനം, ഡബിൾ ഡികമ്പോസിഷൻ എന്നാണ് പറയുന്നത്. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുന്നു, അവിടെ എന്താണ് കൈമാറ്റം ചെയ്യുന്നത്? അയോണുകളെ പരസ്പരം വെച്ച് മാറുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാവുന്ന രാസപ്രവർത്തനമാണ് എന്ത്? ഡബിൾ ഡികമ്പോസിഷൻ, ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷനിലേക്ക് വരാം. നോക്കാം, ഒരു ടെസ്റ്റ് ട്യൂബിൽ 2-3 ml സോഡിയം ക്ലോറൈഡ് എടുത്തു. സോഡിയം ക്ലോറൈഡ് NaCl എടുത്തു. പിന്നെ അതിലേക്ക് 2-3 ml സിൽവർ നൈട്രേറ്റ് ലായനിയും ചേർത്തു. AgNO3 സിൽവർ നൈട്രേറ്റ് ലായനിയും ചേർത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇവിടെ ഈ ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് പോകുന്ന ഈ സംഭവങ്ങൾ, ഇതാണ് റിയാക്റ്റൻസ്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? പ്രോഡക്റ്റ്. അപ്പോൾ റിയാക്റ്റൻസ് എന്താണ്, പ്രോഡക്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് NaClഉം AgNO3 ആണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് നെയിം കൊടുക്കുകയാണ്. ABCD എന്ന് പേര് കൊടുത്തു. ഇനി ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കിയേ. ഇവിടെ ഫോം ചെയ്തത് എയും ഡിയും തമ്മിലാണ് കമ്പൈൻ ചെയ്തത്. NaNO3 തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. അതുപോലെ ബിയും സിയും തമ്മിൽ, അല്ലെങ്കിൽ സിയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. കണ്ടോ, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഇവിടെ ഒരു പ്രോഡക്റ്റ് വന്നു. ഇനി എയും ഡിയും കൂടി കമ്പൈൻ ചെയ്ത് ഇവിടെയും ഒരു പ്രോഡക്റ്റ് വന്നു. മനസ്സിലായോ? ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ NaCl + AgNO3 gives AgCl + NaNO3. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിലുള്ള രാസപ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അയോണുകളെ പരസ്പരം കൈമാറുകയാണ് ദ്വിവിഘടന രാസപ്രവർത്തനം എന്നാണ് നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിലുള്ള റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ കണ്ടോ, ഒരു വെളുത്ത അവക്ഷിപ്തം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തു അല്ലേ? കണ്ടോ, ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു വെളുത്ത അവക്ഷിപ്തം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വെളുത്ത അവക്ഷിപ്തം എന്താണ്? സിൽവർ ക്ലോറൈഡ് ആണ്. സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡിനെ നമുക്ക് ഈ ഒരു ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ, വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. വെളുത്ത അവശിഷ്ടമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു അത് സിൽവർ ക്ലോറൈഡ് ആണെന്നല്ലേ, സിൽവർ ക്ലോറൈഡ് ആണെന്ന് പറഞ്ഞു. ഇനി നോക്കിയാൽ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാനിവിടെ AB എന്ന രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. നോക്കിയേ, ഫസ്റ്റ് NaClന് നമ്മൾ AB എന്ന് ജസ്റ്റ് പേര് കൊടുത്തു. AgNO3ക്ക് CD എന്ന് പേര് കൊടുത്തു. ഇവിടെ കോമ്പിനേഷൻ വരുന്നത് എയും ഡിയും തമ്മിലും അതുപോലെ ബിയും സിയും തമ്മിലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് ലോഹത്തിൻ്റെ അയാണ് ഏതിൻ്റെ ഒപ്പമാണ് ചേരുന്നത് എന്നുള്ളത് നമുക്ക് ആ ഒരു ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഈ രീതിയിൽ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞത്. ഫോം ചെയ്ത വെളുത്ത പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ അവിടെ നമുക്കൊരു വെളുത്ത പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അത് സിൽവർ ക്ലോറൈഡ് ആണ്. നോക്കുക, ഇവിടെ NaCl സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലോറിൻ ആരുടെ കൂടെ പോയി? സിൽവറിൻ്റെ കൂടെ പോയി. അതുപോലെ സിൽവർ നൈട്രേറ്റ് ആണെങ്കിലോ സിൽവർ നൈട്രേറ്റിൻ്റെ കൂടെയുള്ള ആ ഒരു നൈട്രജൻ എങ്ങോട്ട് പോയി? NaNO3 ആയിട്ട് മാറി അല്ലേ? NaNO3 ആയിട്ട് മാറി, സോഡിയം നൈട്രേറ്റ് ആയിട്ട് മാറി. അതായത് അയോണുകളെ വെച്ച് മാറുന്ന രാസപ്രവർത്തനങ്ങളാണ് നമ്മളോട് എന്ത് പറയുന്നത്? ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ച് മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാവുന്ന തരം പ്രവർത്തനങ്ങളാണ് ദ്വിവിഘടന രാസപ്രവർത്തനം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി തന്നിട്ടുണ്ട്. ഈ ഒരു റിയാക്ഷനെ അല്ലെങ്കിൽ ദ്വിവിഘടന രാസപ്രവർത്തനത്തെ നമുക്ക് 3 വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡബിൾ ഡികമ്പോസിഷനെ അല്ലെങ്കിൽ ദ്വിവിഘടന രാസപ്രവർത്തനത്തെ 3ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ. ഫസ്റ്റ് വൺ അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനം. സെക്കൻഡ് വൺ വാതക രൂപീകരണ രാസപ്രവർത്തനം. തേർഡ് വൺ
ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാത്ത സംയുക്തം ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ദ്വിവിഘടന രാസപ്രവർത്തനത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ദ്വിവിഘടന രാസപ്രവർത്തനം 3 രീതിയിലുണ്ട്. എന്തൊക്കെയാണ്? അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനം, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. 2 വാതക രൂപീകരണ രാസപ്രവർത്തനം. 3 ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാത്ത സംയുക്തം ഉണ്ടാവുന്ന രാസപ്രവർത്തനങ്ങൾ. വിത്ത് എക്സാമ്പിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കാം. ആദ്യം ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാകുന്ന ആലേയ സംയുക്തങ്ങളാണ് അവക്ഷിപ്തങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു വെളുത്ത അവക്ഷിപ്തം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പിക്ചറിൽ കണ്ടു അല്ലേ. അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ആ ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് അവക്ഷിപ്ത രൂപീകരണ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലായനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാനാകുന്ന ആലേയ സംയുക്തങ്ങൾ, ഇൻസോലുബിൾ ആയിട്ടുള്ള സംയുക്തങ്ങളാണ് അവക്ഷിപ്തങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, MgCl മഗ്നീഷ്യം ക്ലോറൈഡും അതോടൊപ്പം സൾഫ്യൂരിക് ആസിഡ് H2SO4 തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? Mgയുടെ കൂടെ അല്ലേ ABCD എന്ന് പേര് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ഏതിൻ്റെ കൂടെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന്. മഗ്നീഷ്യം SO4. അപ്പോൾ നോക്കിയേ, MgSO4 മഗ്നീഷ്യം സൾഫേറ്റ് കേട്ടോ. മഗ്നീഷ്യം സൾഫേറ്റും അതുപോലെ തന്നെ പിന്നെ എന്താ ഉണ്ടാവുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് Bയും Cയും തമ്മിലാണ് ഇവിടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോം ചെയ്തത്. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും അതുപോലെ സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് മഗ്നീഷ്യം സൾഫൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. 2 വാതക രൂപീകരണ രാസപ്രവർത്തനം. അതിനെന്താ എക്സാമ്പിൾ തന്നേക്കുന്നത്? CaCO3 കാൽസ്യം കാർബണേറ്റ് ആണ് കേട്ടോ. കാൽസ്യം കാർബണേറ്റിൻ്റെ കൂടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാൽസ്യം ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത്. കാൽസ്യം ക്ലോറൈഡ്, പിന്നെ ജലം ഉണ്ടാവുന്നുണ്ട്, അതോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ്. വാതകം രൂപം ചെയ്തത് ഏതാണ്? വാതകം ഫോം ചെയ്തത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ രണ്ടാമത് വാതക രൂപീകരണ ദ്വിവിഘടന രാസപ്രവർത്തനമാണ് നമ്മൾ പറഞ്ഞത്. വാതക രൂപീകരണം ഉണ്ടാവുന്ന ദ്വിവിഘടന രാസപ്രവർത്തനമാണ് ഇത്. മൂന്നാമത്തെ പോയിന്റ്, ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാത്ത സംയുക്തം ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ. ഒരാസിഡും ലോഹ ഹൈഡ്രോക്സൈഡ് ബേസും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ലഭിക്കുന്ന നിർവീകരണ രാസപ്രവർത്തനങ്ങൾ ഈ പറഞ്ഞ പോയിന്റിന് ഉദാഹരണമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു ഹൈഡ്രോക്സൈഡ് ആണ്, ലോഹ ഹൈഡ്രോക്സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? സോഡിയം ക്ലോറൈഡും ജലവും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ്? നിർവീകരണ രാസപ്രവർത്തനമാണ്. ഒരു ആസിഡും ലോഹ ഹൈഡ്രോക്സൈഡ് ബേസും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ലഭിക്കുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്ത് പറയാം? നിർവീകരണ രാസപ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാത്ത സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് നിർവീകരണ രാസപ്രവർത്തനങ്ങൾ. ഓക്കെ. നിർവീകരണ രാസപ്രവർത്തനത്തിൽ ഉൽപ്പന്നങ്ങളിൽ ഒന്നെങ്കിലും അയോണുകളായി വേർതിരിക്കപ്പെടാത്ത സംയുക്തം ഉണ്ടാവുന്ന ദ്വിവിഘടന രാസപ്രവർത്തനമാണ്. എളുപ്പമല്ലേ? ഉദാഹരണം. ഓക്കെ, നമ്മൾ മറ്റൊരു പ്രവർത്തനമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ കുറിച്ചാണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ 5 മില്ലി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അതിലൽപ്പം സിങ്ക് തരികൾ ഇട്ടതിന് ശേഷം ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുവരിക. എന്താണ് നിരീക്ഷിച്ചത്? ഇവിടെ PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിങ്ക് അല്ലേ, ഇവിടെ സിങ്ക് എന്താ ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ലഭിക്കും കേട്ടോ. ഹൈഡ്രജനും ലഭിക്കും. അപ്പോൾ ഈ ഒരു കത്തിച്ചു വെച്ച തീപ്പെട്ടിക്കൊള്ളി നമ്മൾ ഇതിൻ്റെ വായുഭാഗത്തേക്ക്, ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. അതാണ് PSC ചോദിച്ച ചോദ്യം. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പോപ്പ് ശബ്ദം എന്ന് കേട്ടാൽ അപ്പം ഹൈഡ്രജനെ ഓർക്കണം. അപ്പോൾ സംയുക്തത്തിലെ ഒരു മൂലകത്തിലെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് ആരാ വന്നത്? സിങ്ക് വന്നു.
കണ്ടോ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിലെ ഹൈഡ്രജനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ആര് കയറിയിരുന്നു? സിങ്ക് കയറിയിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്ന് ചേരുകയും അവിടെ ആദേശം അല്ലെ ഡിസ്പ്ലേസ് ചെയ്യുക ചെയ്തത്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനാണ്. സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാണ് ആദേശം ചെയ്തത്. ഇതിനെ ആദേശ രാസപ്രവർത്തനം എന്നാണ് വിളിക്കുന്നത്. ആദേശ രാസപ്രവർത്തനം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തത്തിലെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് സിങ്ക് ആറ്റം വന്ന് ചേരുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമായിട്ട് മാറി. ഈ ഹൈഡ്രജനാണ് എന്ത് ചെയ്തത്? പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകം. ഓക്കെ, ഇനി ഇവിടെ തെർമൈറ്റ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. തെർമൈറ്റ് അപ്പോൾ നോക്കാട്ടോ. സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം എന്നീ 4 തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചത് ഏതാണ്? സംയോജന രാസപ്രവർത്തനം. സംയോജിക്കുകയായിരുന്നു. എന്താ ചെയ്തത്? അവിടെ 2 എണ്ണം കൂടിയിട്ട് എന്താ നമുക്ക് ഇങ്ങനെ എഴുതാം. A+B, എ എന്നും ബി എന്നും 2 കാര്യങ്ങൾ ചേർന്നിട്ട് ഒറ്റ ഒരു പ്രോഡക്റ്റായിട്ട് മാറി അല്ലേ? അതാണ് എന്ത്? സംയോജനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്തത് വിഘടന രാസപ്രവർത്തനം. വിഘടന രാസപ്രവർത്തനം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു? വിഘടിക്കുകയായിരുന്നു അല്ലേ? അതായത് നമുക്ക് പറയാം എയും ബിയും കൂടി ചേർത്തിട്ട് അതിനെ നമ്മൾ എന്താക്കി മാറ്റി? A+B എന്ന രീതിയിലേക്ക് വിഘടിച്ചു. ഇനി ദ്വിവിഘടനം. ദ്വിവിഘടനം എങ്ങനെയായിരുന്നു? നമ്മൾ എഴുതിയത് എങ്ങനെയാ? AB + CD ഗീവ്സ് എന്തായിരുന്നു? AD + BC എന്ന രീതിയിലേക്ക് വന്നു. ഇനി ആദേശ രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? ആദേശ രാസപ്രവർത്തനം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്ക്. A+BC ഗീവ്സ് എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ കണ്ടോ, സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ ഇത് എയും ഇത് BCയുമായിരുന്നെങ്കിൽ ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഈ സിനെ അവിടെ തന്നെ നിർത്തിയിട്ട് ബിയുടെ സ്ഥാനത്തോട്ട് എ കയറിയിരുന്നു. ബി ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നു അല്ലേ? ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈസി ആയിട്ട് മനസ്സിലാക്കാനാണ് ഈ ഒരു രീതി ഫോളോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് എക്സാമ്പിളൊന്നും നമ്മുടെ മനസ്സിൽ ഓർത്തിരുന്നില്ലെങ്കിലും ഈ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് അത് ഏത് റിയാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സംയോജന രാസപ്രവർത്തനം 2 കൂടി സംയോജിച്ച് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്തത്. എയും ബിയും കൂടി സംയോജിച്ച് AB എന്ന പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടായി. വിഘടന രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് വിഘടിച്ച് 2 ആയിട്ട് മാറി എന്നുള്ള രീതിയിൽ ഓർക്കുക. പിന്നെ ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയുമ്പം ദ്വിവിഘടനം 2 കാര്യങ്ങൾ വിഘടിച്ച് മറ്റ് 2 കാര്യങ്ങളായിട്ട് മാറി. ആദേശ രാസപ്രവർത്തനം 2 എണ്ണം തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ആ ബിയുടെ ഭാഗത്തേക്ക് എ ആദേശം ചെയ്തു അല്ലേ? ഡിസ്പ്ലേസ് ചെയ്തു. ബിയെ ഡിസ്പ്ലേസ് ചെയ്ത് എ അവിടെ കയറിയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? മറ്റ് ഒരു പുതിയ പ്രോഡക്റ്റ് ആയിട്ട് മാറി. അവിടെ ഫോം ചെയ്ത വാതകം ഏതായിരുന്നു? ഹൈഡ്രജൻ ആയിരുന്നു കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ബോക്സിലേക്ക് വരാം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? തെർമൈറ്റിനെ കുറിച്ചാണ്. എന്താണ് തെർമൈറ്റ് നോക്കാം. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമൈറ്റ് എന്ന് പറയുന്നത്. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതത്തെ തെർമൈറ്റ് എന്ന് പറയുന്നു. മനസ്സിലാക്കി വെച്ചേക്കാം, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒരു ലോഹപ്പൊടിയുടെയും മറ്റൊരു ലോഹ ഓക്സൈഡിൻ്റെയും പൈറോടെക്നിക് മിശ്രിതമാണ് തെർമൈറ്റ്. ഏറ്റവും സാധാരണമായ ഒരു തെർമൈറ്റ് മിശ്രിതമാണ് അയൺ തെർമൈറ്റ്. അയൺ തെർമൈറ്റ് എന്ന് പറയുമ്പോൾ അയൺ ഓക്സൈഡും അതുപോലെ അലുമിനിയത്തിൻ്റെ പൊടി എന്നിവയുടെ മിശ്രിതമാണ് അയൺ തെർമൈറ്റ് എന്ന് പറയുന്നത്. ഈ തെർമൈറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ അലുമിനിയം അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ ആദേശം ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ഈ പറഞ്ഞില്ലേ, അയൺ ഓക്സൈഡും അലുമിനിയത്തിനെയും കൂടെ പൊടി ചേർത്ത മിശ്രിതമാണ് അയൺ പൈറൈറ്റ് എന്ന്. അപ്പോൾ ഈ തെർമൈറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ അവിടെ എന്താണ്? അലുമിനിയം അതുപോലെ അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ ആദേശം ചെയ്യുകയാണ് ചെയ്യുക. ഈ പ്രവർത്തനത്തിൽ ഉയർന്ന അളവിൽ താപം മോചിപ്പിക്കപ്പെടുന്നതിനാൽ ഉണ്ടായ അയൺ ഉരുകിയ അവസ്ഥയിലായിരിക്കും ലഭിക്കുന്നത്. അയൺ ഉരുകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഉയർന്ന അളവിൽ താപം മോചിക്കപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ റെയിൽവേ പാളങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ വിള്ളലുകൾ തെർമൈറ്റ് പ്രക്രിയയിലൂടെയാണ് പരിഹരിക്കുന്നത്. മനസ്സിലായോ? ഒരു കെമിക്കൽ ഫോർമുല നോക്കാം. ഈ ഒരു കെമിക്കൽ ഫോർമുലയിൽ നമ്മുടെ അയൺ തെർമൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷനാണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? അയൺ ഓക്സൈഡിൻ്റെയും അലുമിനിയം പൊടിയുടെയും കോമ്പിനേഷനാണ് അയൺ തെർമൈറ്റ്. ഈ അയൺ തെർമൈറ്റിനെ നമ്മൾ ചൂടാക്കുകയാണ്. അയൺ തെർമൈറ്റിനെ ചൂടാക്കുമ്പോൾ ഇവിടെ എന്താ ഫോം ചെയ്യുന്നത്? അയണും ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ അലുമിനിയം ഓക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തെർമൈറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ അലുമിനിയം
അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ ആദേശം ചെയ്തു അല്ലേ, അയണിനെ ആദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് കെമിക്കൽ ഫോമിൽ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തെർമൈറ്റ് മിശ്രിതത്തെ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന അയണിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഉരുകിയ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ റെയിൽവേ പാളങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ വിള്ളലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തെർമൈറ്റ് പ്രക്രിയയിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത്. ഇനി അടുത്ത ഒരു ക്ലാസ് മുതൽ രാസപ്രവർത്തന വേഗം അടുത്തൊരു പാട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡ് പാർട്ട് വീഡിയോ ലഭിക്കണ്ടേ? അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. കൂടാതെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. വീക്ക്ലി സ്റ്റഡി പ്ലാനൊക്കെ ആക്സസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. താങ്ക്